സഞ്ജു അത് പ്രൂവ് ചെയ്തു. ഏത് റോളിൽ വേണമെങ്കിലും സഞ്ജു ഓക്കെ ആണെന്നുള്ളത്. അത് ഇപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളാണ് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയത്. അതിനകത്ത് പാകിസ്ഥാനെതിരായ ഒരു മത്സരത്തിലെ മെല്ലെപ്പോക്കിൻ്റെ പുറത്താണ് ബംഗ്ലാദേശിനെതിരെ 8ാമനായിട്ട് സഞ്ജുവിനെ മാറ്റി വയ്ക്കുന്നത്, അക്സറിന് ശേഷം ഇറക്കുന്ന ഒരു രീതിയിലേക്ക്. അത് എന്ത് പരീക്ഷണത്തിൻ്റെ പുറത്തായാലും അതൊരു താരത്തെ അപമാനിക്കൽ തന്നെയാണ്. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ അത് ബലം ഇന്ത്യക്ക് ഒരിക്കലും ഇതല്ല, അപ്രസക്തമായൊരു മത്സരമാണ്. ഇന്ത്യ ഓൾറെഡി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു, ശ്രീലങ്ക ഓൾറെഡി ടൂർണമെൻറ്റിൽ പുറത്തായി കഴിഞ്ഞു. ബലം ഒരു തരത്തിൽ പോലും ഇന്ത്യയെ ബാധിക്കുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെയുള്ള, പ്രത്യേകിച്ച് അതിന് തൊട്ടു മുമ്പ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലും ഇന്ത്യയുടെ വിജയം അത്ര അനായാസമായിരുന്നില്ല. അപ്പോൾ പാകിസ്ഥാനെതിരായ ഫൈനലിന് മുമ്പ്, ഒരു നിർണായകമായൊരു ഫൈനലിന് മുമ്പ് എത്ര റിവൽറി ഇല്ലയെന്ന് സൂര്യകുമാർ യാദവും ടീം ഇന്ത്യയും പറയുകയാണെങ്കിൽ പോലും അന്നൊരു സമ്മർദ്ദം ഉണ്ടാകും, ഫൈനലിൽ സമ്മർദ്ദം ഉണ്ടാകും. അപ്പോൾ അത്രയൊരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെതിരെ പോലും ഒരു ആയാസപ്പെടേണ്ടി വന്ന സാഹചര്യത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ വലിയ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ ബൗളിങ്ങിൽ മാത്രമാണ്, അതായത് അർഷദീപും ഒപ്പം തന്നെ ഹർഷിദ് റാണയും ബൗളർമാരായിട്ട് വരുന്നു. ആ 2 ചേഞ്ച് മാത്രമാണ് വരുത്തിയത്. ബാറ്റിംഗ് ഓർഡർ പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ പക്ക ഓർഡർ ആയിരുന്നു. അതിനനുസരിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഏഷ്യ കപ്പിൽ ആദ്യമായിട്ട് 200-ന് മുകളിലൊരു ടീം സ്കോർ ചെയ്യാണ്. 202 റൺസാണ് ഇന്ത്യ നേടിയത്. ആ 202 റൺസിൽ സഞ്ജുവിന്റെ സംഭാവന നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് പ്രധാനം സഞ്ജു ഹസരംഗക്കെതിരെ. അതെ, സഞ്ജുവിന് എല്ലായ്പ്പോഴും, IPL ഉൾപ്പെടെ ഹസരംഗക്കെതിരെ സഞ്ജു വളരെ എപ്പോഴും വിക്കറ്റ് സഞ്ജുവിന്റെ അന്തകം എന്നാണ് വിളിക്കപ്പെടുന്നത്. 6 തവണ അദ്ദേഹത്തെ പുറത്താക്കി, 9 തവണ ഏറ്റുമുട്ടിയപ്പോൾ.